ആ പിള്ളേര് ഇതുവരെ എഴുന്നേറ്റില്ല. ഞാൻ പോയൊന്ന് വിളിക്കട്ടെ. ചേട്ടത്തി അവർക്ക് കൊടുത്ത മുറിയിലേക്ക് പോയി. ചേട്ടൻ ഇനി എന്താ പരിപാടി? അരുൺ ചോദിച്ചു. വല്ലവന്റെയും കീഴിൽ ജോലി ചെയ്യാൻ ഇനി എന്നെ കിട്ടില്ല. തൽക്കാലം ഇങ്ങനെ പോട്ടെ. അയാളെല്ലാം ചുമതലയും അരുണിന് കൊടുക്കാനുള്ള പരിപാടിയായിരുന്നു. പിള്ളേർ എഴുന്നേറ്റ് വന്ന് അവർക്ക് അരുണിനെ വലിയ കാര്യമാണ്. അവർ അവനെ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. കണ്ടോടാ പിള്ളേരുടെ സ്നേഹം, അമ്മ അത് കണ്ട് പറഞ്ഞു. അരുൺ അവരെ ചേർത്ത് പിടിച്ചു. പിള്ളേർക്ക് ചായ എടുക്കാൻ ലിറ്റിയോട് പറയും, അമ്മ അരുണിനെ നോക്കി പറഞ്ഞു. ലിറ്റി അത് അകത്തു നിന്നും കേട്ടിരുന്നു. അവൾ മുറിയിൽ നിന്നും പുറത്തേക്ക് ചെന്നു. ഞാൻ എടുക്കാം അമ്മേ, അർപ്പിത പറഞ്ഞു. അയ്യോ വേണ്ട മോളെ, ഇന്ന് മുഴുവൻ ജോലി ചെയ്യുകയായിരുന്നില്ലേ, ഇനി കുറച്ചു നേരം എന്റെ അടുത്ത് വന്നിരിക്കേ. ഈ ആന്റി പാവമാണ്. കുട്ടികൾ അർപ്പിതയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. ലിറ്റി പിള്ളേർക്ക് വേണ്ടി ചായ തിളപ്പിച്ചു. കുറച്ചു നേരത്തിനുള്ളിൽ പിള്ളേര് ഹാളിൽ നിന്നും അടുക്കളയിലേക്ക് എത്തി. അതും ഇതും എടുത്ത് നശിപ്പിക്കാൻ തുടങ്ങി. അതൊന്നും എടുക്കല്ലേ പിള്ളേരെ. ഭാരമുള്ള ഒരു ചില്ലിന്റെ ജഗ് അവർ എടുക്കുന്നത് കണ്ട് അവൾ പറഞ്ഞു. എവിടെ കേൾക്കാൻ, അത് തറയിലിട്ട് തവിട് പൊടിയാക്കി. ശബ്ദം കേട്ട് എല്ലാവരും ഓടി അടുക്കളയിലെത്തി. അയ്യോ പിള്ളേരുടെ കാലിൽ ചില്ല് കൊള്ളും, വേഗം അവരെ പോയി എടുക്കടാ, അമ്മ പറഞ്ഞു. അരുൺ പെട്ടെന്ന് തന്നെ കുട്ടികളെ അവിടെ നിന്ന് എടുത്തു മാറ്റി. എന്റെ ലിറ്റി, നീ എവിടെ നോക്കി നിൽക്കുമായിരുന്നു? പിള്ളേരുടെ കാലിൽ കൊണ്ടിരുന്നെങ്കിലോ? ചേട്ടന്റെ ഭാര്യ ലിറ്റിയോട് ദേഷ്യപ്പെട്ടു പറഞ്ഞു. പറഞ്ഞാൽ കേൾക്കുന്ന പിള്ളേരാണോ നിങ്ങളുടേത്? ലിറ്റി അപ്പോഴത്തെ ദേഷ്യത്തിൽ അങ്ങ് പറഞ്ഞു പോയി. ആർക്കും അത് ഇഷ്ടപ്പെട്ടില്ല. ആദ്യ ദിവസം തന്നെ ഇങ്ങനെ കൊള്ളാം. അവർ ആ കുട്ടികളെ പിടിച്ചുകൊണ്ട് തിരികെ ഹാളിലേക്ക് പോയി. അമ്മ അരുണിനെ രൂക്ഷമായി ഒന്ന് നോക്കി. പിന്നെ അവിടെ നിന്ന് പോയി. കാലിൽ കൊള്ളും, മാറി നിൽക്ക്, അരുൺ ലിറ്റിയോട് പറഞ്ഞ ശേഷം അവൻ തന്നെ അതെല്ലാം ശരിയാക്കി. എന്തെങ്കിലും പറ്റിയാടാ? അർപ്പിത കുട്ടികളെ സ്നേഹത്തോടെ പരിപാലിച്ചു. ലിറ്റി പിള്ളേർക്കുള്ള ചായയുമായി വന്നു. പിള്ളേർക്ക് ലിറ്റിയെ പിടിച്ചിട്ടില്ല എന്ന് അവരുടെ മുഖത്ത് തന്നെ ഉണ്ടായിരുന്നു. ലിറ്റിയെ തുറച്ചു നോക്കുന്നുണ്ടായിരുന്നു ഇരുവരും. എങ്കിലും ലിറ്റി അവരെ നോക്കി പുഞ്ചിരിച്ചു. ഓടി കഴുതേ, പതുക്കെ വിളിച്ചു. ലിറ്റി മാത്രം അത് കേട്ടു. കുരുത്തം കെട്ട പിള്ളേർ, ലിറ്റി മനസ്സിൽ പറഞ്ഞു. ഇതാരാ അമ്മേ? ചെറുക്കൻ ലിറ്റിയെ ചൂണ്ടിക്കാണിച്ച് ചോദിച്ചു. ആരും ഒന്നും പറഞ്ഞില്ല. ഇവരെ ഇവിടെ വേണ്ട അമ്മേ, ഈ ആന്റിയെ മതി, ചെറുക്കൻ അർപ്പിതയെ കെട്ടിപ്പിടിച്ചു പറഞ്ഞു. പിള്ളേരെ പറഞ്ഞിട്ട് കാര്യമില്ല, അതല്ലേ സ്വഭാവം, ചേട്ടത്തി അമ്മയുടെ ചെവിയിൽ പതിയെ പറഞ്ഞു. ഈ പിള്ളേര്. അരുൺ അത് കേട്ടിരുന്നു. അരുൺ തിരികെ അങ്ങോട്ട് വന്നു. കഴിച്ചിട്ട് എല്ലാവരും പോയി കിടക്ക്, ബാക്കി നാളെ. വാ ലിറ്റി. അരുൺ അവളെ വിളിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് പോയി. ഞാൻ കൂടി ചെല്ലട്ടെ? അർപ്പിത സന്തോഷത്തോടെ അടുക്കളയിലേക്ക് നടന്നു. നല്ലൊരു കൊച്ച്, അമ്മ വീണ്ടും പറഞ്ഞു. ഓരോന്ന് ആലോചിച്ച് കിടക്കുന്നത് കൊണ്ട് ഉറക്കം ലിറ്റിയെ തിരിഞ്ഞു പോലും നോക്കുന്നുണ്ടായിരുന്നില്ല. അവളെ ഒന്നൊന്നായി ചിന്തിച്ചു കൂട്ടി. ഇനി അർപ്പിത ഇവിടെ നിന്നും പോകാതിരിക്കുമോ? അരുണിനെ അവളോട് ഇഷ്ടമെങ്ങാനും തോന്നുമോ? ലിറ്റിക്ക് കിടന്നിട്ട് ഉറക്കം വന്നില്ല. അവൾ കട്ടിലിൽ കുറച്ചു നേരം എഴുന്നേറ്റിരുന്നു. പുറത്തു നിന്നും എന്തോ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. പണ്ടായിരുന്നെങ്കിൽ ലിറ്റി ഏതെങ്കിലും ശബ്ദം കേട്ടാൽ പെട്ടെന്ന് തന്നെ തിരിഞ്ഞു കിടന്നേനെ. പക്ഷെ ഇപ്പോൾ അവൾക്ക് അതൊന്നും ഒരു പ്രശ്നമേ അല്ലായിരുന്നു. ഒട്ടും യാദൃശ്ചികമല്ലാതെ ലിറ്റിയുടെ ശ്രദ്ധ ജനലിലേക്ക് പോയി. ജനൽ അടയ്ക്കാൻ മറന്നിരുന്നു അവൾ. പുറം വ്യക്തമായി കാണാൻ കഴിയുമായിരുന്നു. പെട്ടെന്നൊരു പേടി. ചില പ്രേത സിനിമകൾ ലിറ്റിയുടെ മനസ്സിലേക്ക് വന്നു. അത് മനസ്സിൽ നിന്നും മറയുന്നതിന് മുമ്പ് തന്നെ ഒരു രൂപം ലിറ്റിയുടെ കണ്ണിലേക്ക് പാഞ്ഞു വന്നു. ഒരു സ്ത്രീ രൂപം പോലെ ഉണ്ടായിരുന്നു. ലിറ്റി ശരിക്കും ഞെട്ടി. ജനാലിലേക്ക് അവൾ സൂക്ഷിച്ചു നോക്കുമ്പോൾ പുറകിലെ വാതിൽ പതിയെ തുറക്കുന്ന ശബ്ദം അവളുടെ കാതുകളിലെത്തി. അരുൺ, ഉച്ചത്തിൽ അവൻ്റെ പേര് വിളിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കി. എന്താ, പേടിച്ചു പോയല്ലേ ലിറ്റി? അരുൺ തന്നെയായിരുന്നു അത്. നിനക്ക് ഉറക്കമൊന്നുമില്ലേ? അരുൺ പുറത്തെവിടെയോ അർജന്റായി പോയിട്ട് വന്നതായിരുന്നു. കേസിൻ്റെ കാര്യം എന്തായി? കൊന്ന മനുഷ്യൻ്റെ ഉള്ള ജീവനങ്ങ് പോയി. അരുൺ മുറിയുടെ കതകടച്ചു. പിന്നെ കയ്യിൽ കെട്ടിയിരുന്ന വാച്ച് അഴിച്ച് മേശപ്പുറത്ത് വെച്ചു. ശേഷം കുളിക്കാനായി കുളിമുറിയിലേക്ക് പോയി. തോന്നിയതായിരിക്കും അത്. കർട്ടൻ തന്നെയാണ്, ലിറ്റി മനസ്സിൽ പറഞ്ഞു. പൈപ്പിൽ നിന്നും വെള്ളം വരുന്നത് കൊണ്ട് പുറത്തു നിന്നും വീണ്ടും ശബ്ദം വരുന്നു എന്ന് ശ്രദ്ധിക്കാനും കഴിയുന്നില്ല. കർട്ടൻ പോയി അടയ്ക്കാൻ ലിറ്റിക്ക് പേടിയായിരുന്നു. പെട്ടെന്നെങ്ങാനും ആരെങ്കിലും മുന്നിലേക്ക് വന്നാലോ? അവൾ ആലോചിച്ചു. ഇത്രയും നേരമില്ലാത്തൊരു പേടി അവൾക്ക് പെട്ടെന്നുണ്ടായി. അവൾ കട്ടിലിൽ നിന്നും എഴുന്നേറ്റ് കുളിമുറിയുടെ അടുത്തേക്ക് ചെന്നു. അരുൺ കഴിഞ്ഞോ? അവൾ ചോദിച്ചു. എന്താ, അകത്തേക്ക് വരുന്ന ലിറ്റി? ഒന്ന് വേഗം ഇറങ്ങ്. ആ കഴിഞ്ഞു. അരുൺ പുറത്തേക്ക് വന്ന് തലമുടിയിലുണ്ടായിരുന്ന വെള്ളം അവൻ അവളുടെ മുഖത്തേക്ക് കുടഞ്ഞു. പിന്നെ ലിറ്റിയെ നോക്കിയൊന്ന് ചിരിച്ചു. അരുൺ ചേട്ടൻ ഇന്ന് വലിയ റൊമാൻസിലാണല്ലോ.
അതെന്താ ലിറ്റി മോളെ നീ അങ്ങനെ പറഞ്ഞത്? ഞാൻ എപ്പോഴും റൊമാൻറ്റിക് അല്ലേ? അവൻ അവളുടെ അടുത്തേക്ക് വന്നു. അരുൺ അവളോട് ചേർന്ന് നിന്നു. പിന്നെ ലിറ്റിയുടെ കവിളിൽ ചെറുതായി ഒന്ന് തലോടി. ലിറ്റി അരുണിനെ കെട്ടിപ്പിടിച്ചു. അരുൺ അവളിൽ നിന്നും അകന്നു പോകുമോ എന്നൊരു പേടി അപ്പോഴും ലിറ്റിയിൽ അവശേഷിച്ചിരുന്നു. ലിറ്റിയെ ഉടനെ തന്നെ അരുൺ എടുത്തു. പിന്നെ വെറുതെ ഒന്ന് കറക്കി. ലിറ്റി അരുണിനെ നോക്കി ചിരിച്ചു. അരുൺ അവളെ കട്ടിലിലേക്ക് കൊണ്ടുപോയി. കൂരാ കൂരിരുട്ട്. മുറി മുഴുവൻ ഫാനിൻ്റെ ശബ്ദമായിരുന്നു. ലിറ്റി കർട്ടൻ അടയ്ക്കാൻ മറന്നിരുന്നു. ഉറങ്ങിപ്പോയെങ്കിലും പെട്ടെന്ന് ഈ കാര്യം ഓർത്ത് അവൾ കണ്ണു തുറന്നു. തനിയെ പോയി അടയ്ക്കാൻ പേടിയായത് കൊണ്ട് തന്നെ ലിറ്റി പുതപ്പ് കൊണ്ട് മുഖം മൂടി അരുണിനെ കെട്ടിപ്പിടിച്ച് കിടന്നു. ജനാലയുടെ അപ്പുറം ഒരു രൂപം തെളിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. അവരുടെ മുറിയിലേക്ക് നോക്കി. എന്നാൽ ഭാഗ്യത്തിന് ലിറ്റി അത് കണ്ടില്ല. ലിറ്റി എന്നല്ല, ആരും അത് കണ്ടില്ല. പിന്നെ ലിറ്റി പതിയെ ഉറക്കത്തിലേക്ക് നീങ്ങി.